Okay, then ready. Hi guys. ഹായ് ഗായ്സ്, ദി ഫിൽറ്റർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദികമായ സ്വാഗതം. ഞാൻ ദിനൻ രാഘവ്, ദിദിന എൻ്റെ ഭർത്താവാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനലിൽ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മേലിലും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ബൈ. ഓണം സീരീസ് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 5 റെസിപ്പീസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി 6ാമത്തെ റെസിപ്പീസാണ്. അത് കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി. ഇത് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്ന കടല വെച്ചിട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിലിട്ടതിന് ശേഷം ഈ കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. നമുക്ക് കടല വേവിച്ചെടുക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ, അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 2 വിസിൽ മതി. അപ്പോഴേക്കും നമ്മളെ കടല വെന്ത് കിട്ടും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ കുറേ വിസിൽ വരേണ്ടി വരും. അതിന് കുറേ ടൈം എടുക്കും. അതിലും നല്ലത് ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്. 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രഷർ തനിയെ പോകുന്നത് വരെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ വേവിച്ചെടുക്കാം. അതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 3 നേന്ത്രക്കായ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നേന്ത്രക്കായയും ചേനയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രക്കായ എടുക്കുമ്പോൾ എപ്പോഴും ചേനയേക്കാൾ കൂടുതലായിരിക്കണം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഈ മസാലകളെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളമൊഴിച്ച് വേവിക്കുന്നത്. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, അതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. ഈ തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് 1 തേങ്ങയുടെ പകുതിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നമുക്കിത് തരുതരിപ്പായിട്ട് അരച്ചെടുക്കാം. ചേനയും നേന്ത്രക്കായും വേവിക്കാൻ വെച്ചത് മൂടി തുറന്ന് നോക്കാം. വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചത്തേങ്ങയും ജീരകവും അരച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ജാറിലേക്ക് ഒഴിച്ചിട്ട്, ജാറിലുള്ളത് നമ്മൾ കളയണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം.
എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേറെ ഒരു പാനിലേക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും. 4 വറ്റൽമുളക് ഇതിലേക്ക് ഇടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. മൂടി തുറന്നതിന് ശേഷം ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങയെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1 ആണി ശർക്കര പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ശർക്കര അലിയുന്നത് വരെ നമുക്കിത് മൂടി വെക്കാം. തേങ്ങ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ശർക്കര അലിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഈ വറുത്ത തേങ്ങ ഇതിൽ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള, എളുപ്പം തയ്യാറാക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഈ സാരി എനിക്ക് സീന ടീച്ചർ ഗിഫ്റ്റായി തന്നതാണ്. സീന ടീച്ചർക്ക് വലിയൊരു ഹായ്. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗായ്സ്, Dfilter കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദികമായ സ്വാഗതം. ഞാൻ ദിനൻ രാഘവ്, ദിനൻ്റെ ഭർത്താവാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനലിൽ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മേലിലും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഹായ് ബൈ ബൈ. എന്നിട്ട് ബൈ ആക്കിയാ പോരാ. ഒന്നും കൂടി ബൈ പറയാം. ബൈ.